8ാം ക്ലാസ് വരെ മലകയറ്റായിരുന്നു. അങ്ങനെല്ലാം മലയും കയറിയിട്ടുണ്ട് അവിടെ. ഇപ്പൊ പക്ഷെ മലയൊക്കെ മൊത്തം പോയത്. നമ്മുടെ വ്ളോഗ് കണ്ട് കമന്റ് ഇടും ആൾക്കാർ. എന്താന്ന് പറയട്ടെ, ഈ ഗർഭിണിയായ പെണ്ണ് ഈ കൊടുങ്കാട്. ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെയാണ്. കാട്ടിന് നടക്കുന്ന ആദിവാസിയാണ്. കാടിന്റെ നടക്കൊന്നുമല്ല, ഇതൊക്കെ ശരിക്കും വീട്. റബ്ബറും തോട്ടം ആയതുകൊണ്ടാണ് ഇങ്ങനെ കാട് ഫീൽ ചെയ്യണം. മൊത്തം റബ്ബറും തോട്ടമല്ലേ, ഇത് താഴെയൊക്കെ വീടുണ്ട്. ഞാൻ പറയട്ടെ, ഇത് മറ്റേ അമ്മണിയുടെ അല്ലല്ലേ, അവിടെ ഇല്ലല്ലേ? അമ്മണി ഭയങ്കരമായിട്ട് മിന്നണ കാണാം നമ്മുടെ ടെറസിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ. ഇത് ട്രാൻസ്ഫോമർ ലൈൻ വലിച്ചോടുന്ന സാധനം. ഈ സാധനത്തിൽ നിന്നാണ് ഒച്ചക്കാറ് മിന്നണത്. വിശ്വസിക്കരുത്. പിള്ളേരെ കുളിക്കണുണ്ട്, വീഡിയോ എടുത്ത് ചില സീനോ. പപ്പ ഇവിടെ പോയതായിരിക്കും. എൻ്റെ പപ്പയ്ക്ക് ഇവിടെ വേറെ അവിഹിതം ഉണ്ടെന്നാണ് തോന്നണം. അല്ലെങ്കിൽ ഈ വഴി പോകേണ്ട കാര്യമുണ്ട്. വിളിച്ചു നോക്കിയാലോ? നിങ്ങളല്ലേ ഫോൺ. ബ്യൂട്ടിഫുൾ കനാൽ. ലൈം ഉണ്ട്. ഇത് അതിൻ്റെ അപ്പുറത്ത് നിന്നാണ് നമ്മൾ വെടിയെടുത്തത്. അതുവഴിയില്ല നമ്മൾ വന്നത്. ഇപ്പോൾ ആ രണ്ടാമത്തെ പോസ്റ്റ് ഞാനെടുത്താണ് നമ്മൾ കറങ്ങി വന്നത്. അവൻ്റെ വീടാണോ? അവൻ്റെ വീടാണെന്ന് അറിയാമായിരുന്നു. അവനെ എനിക്കറിയാം. ഇന്നലെ താടി ഷേപ്പ് ചെയ്തു ബംഗാളികളെ കണക്കാക്കി. കീർത്തിയും വരാൻ പറ്റുമെന്നോ ബംഗാളി. റെസ്റ്റ് എടുക്കാണ് ഗൈസ്. അത് കിട്ടി, കോട്ടുമായിട്ട് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. താഴക്കനാൽ. അയ്യോ, നടന്ന് തളർന്നു. കുറച്ച് എടുത്തോളൂടെ. നടന്ന് ഉപ്പാട് അതുകൊണ്ട് വീഡിയോ ഇല്ല, പഠിക്കാൻ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഓക്കെ ബൈ. ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. ഓക്കെ ബൈ. മോളി ചേച്ചി ഉണ്ടായിരുന്നു.